നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കസ്റ്റമേഴ്സിന് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫർ നമ്മുടെ വാറണ്ടിയാണ്. കാര്യം നിങ്ങൾ ഈ വാറണ്ടി യൂട്ടിലൈസ് ചെയ്താൽ വേറെ ഒരു കടക്കാർക്കും നിങ്ങൾക്ക് ഇപ്പോൾ 100, 200, 300 നിങ്ങൾ കുറച്ച് തന്നാൽ പോലും ഈ ഇരിക്കുന്ന വാറണ്ടിയുടെ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ തരുന്ന ഫെസിലിറ്റി വേറൊന്നും കൊണ്ടല്ല. വാറണ്ടിക്ക് സാധനം വേണോ നമ്മുടെ അടുത്ത് വരെ വാറണ്ടിക്ക് നമ്മൾ സാധനം തരും. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കടക്കാരും, നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കടക്കാരും നമ്മുടെ പരിചയക്കാരാണ്. ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാണ് ഇന്ന് കുറച്ച് സ്പിന്നിങ് സെറ്റുകൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ബൈക്കാസിൻ്റെ കുറേ സെറ്റുകൾ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ആൾക്കാർക്ക് നല്ലൊരു അഭിപ്രായം നമുക്ക് കിട്ടി. പിന്നെ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വന്നു കേട്ടോ. ആ നെഗറ്റീവ് കമൻറ്റ് കാരണമാണ് നമ്മളിപ്പം അടുത്ത വീഡിയോ ഇടാനുള്ള മെയിൻ കാര്യം. കാരണം അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് വന്നാലേ നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു പ്രചോദനം, ഒരു ബൂസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം എനിവേ നമ്മളിപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ കുറച്ച് കോമഡി കാര്യങ്ങളുണ്ട്, അത് പിന്നെ പോട്ടെ. അപ്പോൾ നമ്മുടെ സ്പിന്നിങ് സെറ്റുകൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ വെറും 850 രൂപ എന്ന് വെച്ചാൽ 850 റുപ്പീസ് തൊട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്പിന്നിങ് സെറ്റുകൾ. അപ്പോൾ സ്പിന്നിങ് സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിലുള്ള സ്പിന്നിങ് സെറ്റ് ഏറ്റവും കുറഞ്ഞതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിനിയുടെ ഒരു ചെറിയൊരു അൾട്രാലൈറ്റ് ലൂറും ഒരു റെയിൻബോയുടെ റോഡുമാണ് ഏറ്റവും കുറഞ്ഞത് വരുന്നത്. 850 രൂപയ്ക്ക് റോഡും റെയിലുമായിട്ട് വരുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അൾട്രാലൈറ്റ് ഗെയിമിങ്ങിനകത്താണ് ഇത് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അൾട്രാലൈറ്റ് എന്ന് വെച്ചാൽ ചെറുതൊരു 1 kg, ആ ഒരു ബിലോ 1 kg ആണ് അൾട്രാലൈറ്റിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റിനകത്ത് ഏറ്റവും കുറഞ്ഞ സെറ്റാണിത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതും നല്ല രീതിയിൽ അൾട്രാലൈറ്റ് പോകുന്ന ഒരു ഇതാണ്. ഇത് സ്കിപ്പറിൻ്റെ മിഷനും അതേപോലെ തന്നെ മാഗ്നം എന്ന് പറയുന്ന ഒരു റോഡും. ഇത് രണ്ടും കൂടെ വരുന്നത് 1550 രൂപ റേറ്റാണ് വരുന്നത്. ഈ റോഡും റീലും മാത്രം. ഇതിനകത്ത് ബ്രൈഡ് വരുന്നില്ല. ബ്രൈഡ് സ്പിന്നർ അല്ലെങ്കിൽ ലൂറുകളോ ഒന്നുമില്ല. ഈ പറയുന്ന റോഡിനും റീലിനും മാത്രം 1550 രൂപ. ഇനി ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കാര്യം സംസാരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ പുറമെ പറയാം. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന, നമ്മൾ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും റേറ്റ് നമുക്ക് ലുക്കാനയുടെ ഒഫീഷ്യൽ സൈറ്റ് ഒന്നെങ്കിൽ വാട്സപ്പിൽ കയറിയിട്ട് ലുക്കാന എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലുക്കാനയുടെ സൈറ്റിൽ ഈ പറയുന്ന ലുക്കാന പ്രോഡക്ട്സിൻ്റെയും ഡൈവ പ്രോഡക്ട്സിൻ്റെയും എല്ലാ വിവരവും നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ, ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്യാബ് ഔട്ട്ഡോർ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അവർ ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഷോപ്പാണ്. അവരാണേലും കറക്റ്റ് MRP ഫോളോ ചെയ്യുന്ന, അതാണ് നമുക്ക് കൊടുക്കേണ്ടതും വാങ്ങേണ്ടതുമായിട്ടുള്ള MRP അതാണ്. അപ്പം ഈ ഒരു റേറ്റിൽ താഴെ എന്ന് വെച്ചാൽ ഈ കൊടുക്കേണ്ട MRPക്ക് താഴെ പല കടക്കാരും ഇട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ടെൻഷൻ അല്ല, അത് കണ്ടുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് പറയാനുള്ള മെയിൻ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റ് വന്ന് ഞാൻ ലുക്കാന പ്രഡേറ്ററിൻ്റെ റോഡും നമ്മുടെ ഇട്ട്, അതിൻ്റെ റേറ്റ് എന്ന് പറയാം, പ്രഡേറ്റർ റോഡ് 7 ഫീറ്റിന് 2000 രൂപയും 6.6 ഫീറ്റിന് 1950 റോഡിൻ്റെ റേറ്റ്. റീലിൻ്റെ ആണെങ്കിൽ പ്രഡേറ്റർ റെഡ് ആണ് 2650, ഗ്രീൻ ആണെങ്കിൽ 2750, 100 രൂപ ഡിഫറൻസ്. ഇത് ചില കടക്കാർ അവർക്ക് അവരുടെ ബിസിനസ് അനുസരിച്ച് ചിലപ്പോൾ 100, 200, 300 ഒക്കെ കുറയ്ക്കും. അതിനകത്തൊരു കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ റോഡാണ് 1800 റീലാണ് 2200 ഞാൻ വാങ്ങിച്ചതാണ്, ഇയാളുടെ അടുത്ത് ഭയങ്കര റേറ്റാണ് എന്നുള്ള ഒരിതുണ്ട്. എൻ്റെ അടുത്ത റേറ്റ് ഇതാണ്, ഞാൻ കറക്റ്റ് റേറ്റിലാണ് ചെയ്യുന്നത്. വേറൊരാൾ താത്തു കൊടുക്കുന്നു പറഞ്ഞ് എനിക്ക് താത്തു കൊടുത്ത് ഈ ഒരു ബിസിനസ്സിനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് അങ്ങനെയുള്ള കച്ചവടം വേണ്ടതല്ല. ഞാനൊരു 10 രൂപ കൂടുതൽ വാങ്ങിച്ചു അല്ലെങ്കിൽ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും എനിക്കതിനകത്തൊരു വിഷയമില്ല. ബിക്കോസ് നമ്മുടെ ഹോൾസെയിലർ നമുക്ക് തരുന്ന ഈ ഐറ്റംസ് എല്ലാം തരുന്ന ഹോൾസെയിലേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരു പ്രോഡക്റ്റിനും കൊടുക്കേണ്ട MRPക്ക് താഴെ ഇട്ട് കൊടുക്കരുത്. മേളിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കൊടുത്തോ ഒരു വിഷയമില്ല, താഴെ ഇട്ട് കൊടുക്കരുതെന്നാണ് ഈ തരുന്ന ഹോൾസെയിലർ തരുന്ന ഡിമാൻഡ്. ആ ഡിമാൻഡിനകത്ത് ഞാൻ 100% അല്ല, അതിനകത്ത് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു റോഡും റീലും ഒരു കസ്റ്റമർ എടുത്താൽ, കറക്റ്റ് MRPക്ക് എടുത്താൽ, നമ്മുടെ ഭാഗത്തു നിന്ന് 6 മാസത്തെ സർവീസ് വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. 6 മാസം. ഒരു കടക്കാർ ഈ പറയുന്ന എനിക്ക് തരുന്ന ഹോൾസെയിലേഴ്സ് പോലും ചെയ്യാത്തൊരു, അവരൊന്നും കുറച്ച് കാണിക്കുമല്ല, ഞാൻ പറഞ്ഞു, അവർ പോലും ചെയ്യാത്ത ഒരു റിസ്ക് എടുത്താണ് നമ്മൾ 6 മാസത്തെ സർവീസ് വാറണ്ടി തരുന്നത്. അത് വലിയൊരു ബെനിഫിറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം
നമ്മൾ അല്ലെ ഇപ്പം വാറണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കടയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്ത് തരുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ബെനിഫിറ്റായിട്ട് കണ്ടിട്ട് നമ്മുടെ അടുത്തു നിന്ന് എടുക്കുന്നവർ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നവരോട് നമുക്കൊന്നും സത്യം പറയാൻ നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ എന്തോ പറയാനില്ല. നിങ്ങൾ ആദ്യമേ നമ്മുടെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാഗത്തെ പോസിറ്റീവ് കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറഞ്ഞ കഴിഞ്ഞ ദിവസം കുറച്ച് കമൻറ്റിലാണ്. പിന്നെ നമുക്ക് സർവീസ് ഒത്തിരി ഉണ്ട്. അത്രയും സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സർവീസ് സാധനങ്ങൾ തന്നാൽ കുറച്ച് ഡിലേ ആകും. എന്ന് വെച്ചാൽ കുറച്ച് ഡിലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു സമയം കണ്ടെത്തി ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന പോലും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ടാകും. അപ്പം ഇത് ഇത്രയും കഴിഞ്ഞ വീഡിയോസിനകത്ത് ഉള്ള ഒരു കമൻറ്റ് ഞാനങ്ങ് പറഞ്ഞു തീർത്തുന്നേ ഉള്ളൂ. നമുക്ക് റേറ്റ് കുറച്ചിട്ടുള്ള ഒരു പരിപാടികളും ഇല്ല. റേറ്റ് കറക്റ്റ് എം ആർ പിക്ക് മേളിലോട്ടാണെന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു വിഷമമില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മതി, ലുക്കാനയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ക്യാബിൾ ഔട്ട്ഡോർ ഇതിനകത്ത് നോക്കിയിട്ട് ആ റേറ്റ് നമുക്ക് തന്നാൽ മതി. ഈ റേറ്റ് തന്ന് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു റോഡ് റീല് സെറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ സ്നാപ്പ്, സെയിൽ, ലീഡർ ലൈൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്നോട് ഡീൽ ചെയ്യുന്നുള്ള കടക്കാർക്ക് അറിയാം, കസ്റ്റമേഴ്സിന് അറിയാം. എന്നോട് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ മതി. അല്ലാണ്ട് ഈ പറയുന്ന ഒളിപ്പോര് നടത്തുന്ന ടീംസിനെ ഒന്നും നമുക്ക് പേടിയില്ലെന്നല്ല എന്തോനാ. അപ്പം പോട്ടെ, നമ്മളിപ്പം വീണ്ടും ഇതിനകത്തോട്ട് കിടക്കുവാണ്. നമ്മളിപ്പോൾ 850 രൂപയുടെ ഒരു അൾട്രാലൈറ്റ് ഗെയിമിങ്ങിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു 1550 രൂപ ബഡ്ജറ്റിൽ ലുക്കാനയുടെ തന്നെ ഒരു ഫുൾ സെറ്റ് സ്കിപ്പറും പിന്നെ മാഗ്നോ എന്ന് പറയുന്ന റോഡും ഇത് വാങ്ങിച്ചു 1550. പിന്നെ അൾട്രാലൈറ്റിനകത്ത് വരുന്ന ഒരു ഇച്ചിരി പ്രീമിയം സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ആൽഫ, ഇതെന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ആൽഫയുടെ 1000 സീരീസ് മിഷനാണ്, ബ്ലാക്ക് കളർ. അതേപോലെ തന്നെ ലെവിന എന്ന് പറയുന്നത് നമ്മുടെ ബ്രാവോയുടെ ഒരു അൾട്രാലൈറ്റ് റോഡാണ്, 7 ഫീറ്റാണ് വരുന്നത്. അപ്പോൾ ഈ റോഡും റീലും മാത്രം, ഈ റോഡിനും റീലിനും മാത്രം 4250 രൂപ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡിൽ വരുന്ന സാധനം ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റുകളിലോ അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് തിരക്കി നോക്കി MRP കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം എന്ന് പറയാൻ റീലിന് 1850 രൂപ MRP, 2250 രൂപ റോഡിനും വരുന്നുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പം ഞാനപ്പം പറയുന്നത് നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് അതിനകത്തില്ല, വിത്ത് വാറണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം, വിത്ത് വാറണ്ടിയാണ്. ഈ പെൻസിൽ പോലെ ഇരിക്കുന്ന, പെൻസിലിൻ്റെ മുന പോലെ ഇരിക്കുന്ന ഈ സാധനം ഇതൊക്കെ കൊണ്ട് കുത്തി ഒടിച്ച് കളഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്ത് തരും. വാറണ്ടിക്കാണ് നമ്മൾ തരുന്നത്. പിന്നെ നമുക്ക് ലൈറ്റ് സീരീസ് ഞാനങ്ങോട്ട് അൾട്രാലൈറ്റ് സീരീസ് മാറ്റിയിട്ട് പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 1600 രൂപ റേറ്റിന് റോഡും റീലും കൂടെ വരുന്നത്. ഇതേ തന്നെ നൂലുണ്ട്, ഒരു ഫ്രോ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്കൊരു 1700 രൂപ 1750 രൂപ റേറ്റിനകത്തൊക്കെ നിങ്ങൾക്ക് വരാല് പിടിക്കാൻ പഠിച്ച് തുടങ്ങാവുന്ന ചെറിയ സെറ്റാണ്. 7 ഫീറ്റിൻ്റെ റോഡും ഒരു 4000 സീരീസിൻ്റെ ഒരു പ്ലാസ്റ്റിക് മെഷീനുമാണ് വരുന്നത്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാൽ പോലും വാറണ്ടി നമ്മൾ തരുന്നുണ്ട്. പിന്നെ നമ്മൾ തരുന്നതെന്ന് പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ബ്രാൻഡാണ് പൈനിയറിൻ്റെ ഈ പറയുന്ന ക്ലാസിക് സ്കിന്നിൻ്റെ റോഡും റെനോയുടെ മെഷീന്. അല്ലെ ആ ഒരു കാറ്റഗറി വരുന്ന കുറേ മെഷീനുകളുണ്ട്. പ്രഡേറ്റർ അല്ലെങ്കിൽ റെനോ, നമ്മുടെ ലുക്കാന, സ്പിൻ 40 അല്ലെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ 2500 അങ്ങോട്ട് വരുന്നുണ്ട്. 2500, 1250, 1250 ആ റേഞ്ച് കണ്ടാണ് വരുന്നത്. 2350 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. 2350 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേറ്റ്. ഈ റോഡിൻ്റെ റീലിൻ്റെയും കൂടെ റേറ്റ് വരുന്നത് 2350. പിന്നെ നമുക്ക് വരുന്നത് ഇച്ചിരി കൂടെ ബ്രാൻഡിൽ പറയാനാണ്. ഇത് ഷിമാനോയുടെ FX 4000. FX 4000ൻ്റെ റീലിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാം, 2265 ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഹോൾസെയിലറിൻ്റെ അപ്ഡേഷൻസിനകത്ത് ഇത് 2265 തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ക്യാബിൾ ഔട്ട്ഡോറിനകത്ത് 2065 രൂപ, 200 രൂപ കുറച്ചാണ് ക്യാബിൾ ഔട്ട്ഡോറിനകത്ത് കിടക്കുന്നത്. അത് പക്ഷേ നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ അപ്ഡേഷൻസ്. കേരളത്തിൽ നിലവിലുള്ള ഹോൾസെയിലേഴ്സ് നമുക്ക് അപ്ഡേഷൻസ് തന്നിട്ടില്ല. നമുക്ക് നിലവിലുള്ള റേറ്റ് 2265 തന്നെയാണ് ഇത് കൊടുക്കേണ്ട റേറ്റ്. പിന്നെ റോഡിനും ഏകദേശം 1910 ചില്ലറ രൂപ. ഷിമാനോയുടെ തന്നെ FXൻ്റെ റോഡാണ്, ആ റേറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിലവിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിന് രണ്ടിനും കൂടെ 4165 റോഡിൻ്റെ റീലിൻ്റെ മാത്രം റേറ്റ്. നല്ല സാധനമാണ്, പ്രീമിയം സെറ്റാണ്, ബ്രാൻഡിൽ വരുന്ന സെറ്റാണ്. വരാല്, ചെറുമീൻ, എന്ത് ആക്രി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പിടിക്കും, നല്ല സ്ട്രോങ് സാധനമാണ്. ഇതിൻ്റെ മെറ്റീരിയലിനകത്ത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. നോർമൽ കാർബൺ അല്ല, ഗ്ലാസ് ഓഫ് ഫൈബർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് അതിനുണ്ട്. പിന്നെ ഇത് ഒരു ചൈന സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൽഫ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് റോഡും പിന്നെ ആണെങ്കിൽ ഒരു ചൈനയുടെ ഒരു മെഷീനുമാണ്, ഒരു പവർ ഹാൻഡൊക്കെ വരുന്ന ഒരു മെഷീനാണ്. ഇത് രണ്ടും കൂടെ 2200
റോഡും റീലൂടെ വരുന്ന റേറ്റ്. ഇത് വലിയ പോപ്പുലർ ബ്രാൻഡോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എന്നാലും മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റ്. എല്ലാം വാറണ്ടിക്ക്, നമ്മുടെ എടുക്കുന്ന സാധനങ്ങളെല്ലാം വാറണ്ടിക്ക് എടുക്കണേ. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലിറ്റ്മയുടെ മെഷീനാട്ടോ. ലിറ്റ്മയുടെ ഇപ്പോൾ പാന്തർ എന്ന് പറയുന്നൊരു മെഷീനാണ്, നല്ല മെഷീനാട്ടോ. പവർ ലൂമൊക്കെ വരുന്ന മെഷീനാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റീലിൻ്റെ അത്യാവശ്യം വേണ്ട സ്പെയറുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ സ്പെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാരണം ഇത് നമുക്ക് തന്ന ഹോൾസെയിലറിൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്പെയർ എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സാധനമൊക്കെ എടുത്തിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പണിഞ്ഞെടുക്കാം. ഇപ്പം എൻ്റെ അടുത്തുനിന്ന് പണിഞ്ഞെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആണെങ്കിലും സാധനം വാങ്ങിച്ച് പണിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ലിറ്റ്മയുടെ പാന്തർ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഡൈവയുടെ ജുപ്പിറ്റർ സഫാരിയുടെ പുതിയ മോഡൽ. അപ്പോൾ ഇതിന് റേറ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ റേറ്റ് 1500 ഉള്ളായിരുന്നു, ഇപ്പോഴിതിന് 1850 രൂപ റേറ്റ് ഉണ്ട്. ഇതേല് ഇതിൻ്റെ റേറ്റ് ഉണ്ട് കണ്ടോ, 1850 രൂപയുടെ അടുത്ത് അതിന് റേറ്റ് വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ ഡീലർമാർ സ്റ്റിക്കർ അടിച്ച് വിട്ടേക്കുന്ന സാധനമാണ്. അപ്പം നമ്മളപ്പം ആ റേറ്റിന് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ 3700 രൂപ, 1850 രൂപ റേറ്റ് വരുന്നത്, 3700 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട് ഈ റോഡിനും റീലിനും. അപ്പം എല്ലാം കറക്റ്റ് MRP ആണ്. നമ്മുടെ അപ്ഡേഷനിൽ വന്നേക്കുന്നത് കറക്റ്റ് MRP. ഇതല്ലാണ്ട് ആ കടയിൽ ഇത്ര രൂപ കിട്ടും, ഈ കടയിൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ അല്ല. ഇത് പിന്നെ ലൈറ്റ് ഗെയിമിങ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് കുറഞ്ഞ് വരാനടിക്കാനും ചെറിയ ഫ്രോഗുകളൊക്കെ ഇട്ടടിക്കാനും വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സെറ്റാണ്. ഡൈവയുടെ ഒരു ഇതേതായിരുന്നു RZ4000 എന്ന് പറയുന്നൊരു മോഡലാണ് ഇത്. പക്ഷേ RZ എന്ന് പറഞ്ഞ് ഡൈവയുടെ ബ്രാൻഡാണ്. 1900 രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു മിഷനാണ്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 1900 രൂപ ബഡ്ജറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും ഇതിനില്ല. പിന്നെ ഒരു ഡൈവയുടെ ഒരു ബ്രാൻഡിലാണ് സാധനം വന്നേക്കുന്നതെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇത് പക്ഷേ 1900 രൂപയ്ക്കുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഒരു 1200 1250 രൂപ അതിൽ മേളിലൊന്നും ഇതിന് ഉള്ള ക്വാളിറ്റി ഇല്ല. പക്ഷേ ഡൈവയുടെ ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഒരു റേറ്റ് ഇതിനുണ്ട്. ആ ഒരു റേറ്റിലാണ് ഈ സാധനം വരുന്നത്. ഇപ്പോൾ ലൈറ്റ് ഗെയിമിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഇരിക്കുന്ന റോഡും റീലും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനാണ് ഒരു 3150 രൂപ റേറ്റ് മാത്രമേ ഈ ഒരു സെറ്റിന് വരുന്നുള്ളൂ. പിന്നെ നൂല് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതെല്ലാം നമ്മൾ ബിലോ ആവറേജ് സെറ്റുകളാണ് ഈ കാണിച്ചു തന്നില്ല. നമ്മുടെ അല്ലാതെ കുറേ പ്രീമിയം സാധനങ്ങളുണ്ട്. നമുക്കാണെങ്കിൽ റിവറോസും ക്രോസ് വയറും അല്ലാണ്ട് കുറേ സാൾട്ട് വാട്ടറിൽ കളിക്കുന്ന കുറച്ച് കൂടിയ റോഡും റെയിലും എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാം കൂടെ നമുക്ക് ഈ ഫ്രെയിമിൽ ഈ ടേബിളിൻ്റെ മണ്ടേ പിറക്കി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഒരു ബിലോ 5000 അല്ലെങ്കിൽ ബിലോ 3000-നകത്തുള്ള സെറ്റുകൾ പെറുക്കി വെക്കാനാണ് മാക്സിമം ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തത്. ബാക്കി സാധനങ്ങൾ ഇഷ്ടംപോലെ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണേലും MRP ചെക്ക് ചെയ്ത് നോക്കാം. സൈറ്റുകളിൽ MRP ചെക്ക് ചെയ്ത് നോക്കാം. ഷോപ്പുകളിൽ നിന്ന് ഓരോ ഷോപ്പുകാരും, ഞാൻ ഒരു ഷോപ്പുകാരെയും കുറ്റം പറയുന്നില്ല. ഷോപ്പുകാർ ചിലപ്പം ബിസിനസ് പിടിക്കാൻ വേണ്ടി ചിലപ്പം വില കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഈ സാധനം കുറേ നാളുകൊണ്ടിരുന്നത് കൊണ്ട് ഇത് വിറ്റ് പോകാത്തത് കൊണ്ട് എന്നാൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് തീർക്കാതെ കൊണ്ട് കൊടുക്കും. പക്ഷെ അത് വെച്ചിട്ട് എല്ലാ ഷോപ്പുകാരും അങ്ങനെ ആണെന്ന് ചിന്തിക്കരുത്. കാരണം എനിക്കിപ്പം വിറ്റ് പോയില്ലെങ്കിൽ ഇത് വലിച്ചു പോകുന്ന സാധനങ്ങളൊന്നുമില്ല. ഇന്നലെ നാളെ എപ്പോഴാണെങ്കിലും വിറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പം വില കുറച്ച് ഈ ഒരു ബിസിനസ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ നശിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്കിപ്പം കിട്ടുന്നത് ഇപ്പം ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഒരു 200 രൂപ എനിക്ക് കമ്മീഷൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുമെന്ന് കൂട്ടിക്കും. ഇത് പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടി ഞാനിപ്പോൾ ഈ സാധനം ഒരു 50 രൂപ കമ്മീഷൻ ഇട്ട് ഞാനങ്ങ് കൊടുത്ത് എനിക്ക് 150 രൂപ നഷ്ടമേ ഉള്ളൂ. ഇതെൻ്റെ 10 പീസേ ഉള്ളൂ. 50 രൂപ ഞാൻ 200 രൂപ ഇട്ട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 കിട്ടും. വിൽക്കുമ്പം കിട്ടുന്ന ലാഭം എനിക്ക് 10 വിറ്റാലും കിട്ടത്തില്ല. ഞാനപ്പോൾ എന്തോന്നാ ഇതിപ്പോൾ ഇന്നലെ നാളെ എന്നാണേലും സാധനം വിറ്റു പോകും. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാൻ ഈ വില കുറച്ച് ഒന്നും കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കസ്റ്റമേഴ്സിന് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫർ നമ്മുടെ വാറണ്ടിയാണ്. കാര്യം നിങ്ങൾ ഈ വാറണ്ടി യൂട്ടിലൈസ് ചെയ്താൽ വേറെ ഒരു കടക്കാർക്കും നിങ്ങൾക്ക് ഇപ്പോൾ 100, 200, 300 നിങ്ങൾ കുറച്ച് തന്നാൽ പോലും ഈ ഇരിക്കുന്ന വാറണ്ടിയുടെ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ തരുന്ന ഫെസിലിറ്റി വേറെ കൊണ്ടല്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സ്പിന്നിങ് റീല് സർവീസ് ചെയ്യാൻ ഞാൻ വാങ്ങിക്കുന്നത് 250 രൂപയാണ്. മറ്റുള്ളിടത്ത് സർവീസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇത് വാങ്ങിക്കുന്നത് 450, 650, 850 ഒക്കെ റേറ്റ് വാങ്ങിക്കും. അത് ഓരോരുത്തരും വാങ്ങിക്കുന്നത് ഓരോ അവരവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, നമുക്ക് അതിനകത്തൊരു ടെൻഷൻ ഇല്ല. ഞാനിത് ഒരു സ്പിന്നിങ്ങിൻ്റെ സെറ്റ് കുറഞ്ഞതും കൂടിയതും ഏതെടുത്താലും ഞാൻ 250 രൂപ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്കപ്പം ഇതിപ്പോൾ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ 10 പ്രാവശ്യം സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരും. അപ്പം നിങ്ങൾ തന്നെ കൂട്ടിയാൽ മതി 10 പ്രാവശ്യം സർവീസ് ചെയ്യുമ്പോൾ എത്ര രൂപ കുറയുമെന്നുള്ളത്. നമ്മൾ നിലവിൽ 6 പ്രാവശ്യം 6 സർവീസിന് ഓരോ മാസം ഓരോ സർവീസ് വെച്ച് 6 സർവീസിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിലവിൽ 6 മാസത്തെ സ്പിന്നിങ് റീലിൻ്റെ കൂട്ടിയാൽ മതി.
250 വെച്ച് 5 മാസം ആകുമ്പോൾ 1250, 1500 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കിട്ടും. കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു റോഡും റീലും എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 3 പ്രാവശ്യം സർവീസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു 750 രൂപ ഈ സെറ്റിൽ നിന്ന് കുറവാണ് വരുന്നത്. ഈ ഒരു സംഭവം ചില്ലറ കാര്യമായിട്ടല്ല, ഇത് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് തരുന്ന ഫ്രീ സർവീസാണ്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ഈ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ വാങ്ങിക്കുമ്പം 10-50 രൂപ കുറച്ച് തന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ലാഭവും വരുന്നില്ല. ആ ആദ്യത്തെ ഒരു 50 രൂപയുടെ കുറേ വരും. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തരാം. നിങ്ങൾക്കിപ്പോൾ സർവീസ് വേണ്ട, നിങ്ങൾക്കിപ്പം എടുക്കുമ്പോൾ ഒരു 10-200 രൂപ കുറച്ച് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഞാൻ അതിനനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് തരും. ഞാൻ ഒരിക്കലും MRP താഴെ കൊടുക്കണം എന്നുള്ളൊരിതല്ല, ഞാൻ നോർമലി അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഈ സർവീസ് വേണ്ട എന്നുള്ളൊരിതാണ്. ഒരു 10-200 രൂപ ഞാൻ കൊണ്ട് കുറച്ച് തരും. പക്ഷേ ഈ 10-200 രൂപ കുറച്ച് തന്നിട്ട് നിങ്ങൾ കൊണ്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇതിന് ഒരു കംപ്ലയിൻറ്റ് പറ്റുമെന്ന് വെച്ചു, നിങ്ങളത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ സാധനം സർവീസ് ചെയ്ത് തരുമ്പം ചിലപ്പോൾ അതിനെക്കാട്ടും രൂപ വാങ്ങിക്കും. അപ്പം നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. അപ്പം ഓരോ പ്രാവശ്യവും ഞാൻ സർവീസ് ചെയ്ത് തരും തോറും നിങ്ങൾക്ക് പിന്നെയും കയ്യിൽ നിന്ന് പൈസ നഷ്ടമാണ്. അപ്പോൾ ആ ഒരു നഷ്ടം വരണ്ട എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പം ഒന്നുകൂടെ പറയാനുള്ള കാര്യം, നമ്മുടെ ചാനലിനകത്ത് നല്ല കമൻറ്റ് ഇടുന്നവരെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടം മോശപ്പെട്ട കമൻറ്റ് ഇടുന്നവരെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് പിന്നെയും ഒരു ഇച്ചിരി കൂടെ ഒരു പ്രചോദനം കയറുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ നോട്ടീസ് ചെയ്ത് 320 രൂപയുടെ ബ്രൈഡ് 640 രൂപയ്ക്ക് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. നിലവിലുള്ള കളക്ഷൻ നോക്കിയാൽ പോലും എൻ്റെ കടയിൽ 640 രൂപയുടെ ബ്രൈഡ് ഇരിപ്പില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. പിന്നെ 340 രൂപയുടെ ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് ബ്രാൻഡാണ് എന്താണ് പുള്ളിക്കാരൻ എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്, ഇനി പുള്ളി എൻ്റെ കടയിൽ വരുന്നവരാണെന്ന് പോലും എനിക്ക് നിലവിൽ അറിയത്തില്ല. അതൊന്ന്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റാണ്. അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളിക്കാരനെ പറഞ്ഞോട്ടെ. പിന്നെ വേറെ ഒരു പുള്ളിക്കാരനെ ഒരു കമൻറ്റ് ഇട്ട്, അവൻ്റെ എൻ്റെ റീൽ സർവീസിങ് മോശമാണ്, വേറെ 2 ഷോപ്പുകാർ അവരുടെ സർവീസിങ്ങാണ് നല്ലത്. ആയിക്കോട്ടെ, അവർ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നു, അവരുടെ അടുത്ത് പോകുന്നവർക്ക് പോകാം, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ എൻ്റെ സർവീസിൻ്റെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം സ്പെയർ ഇല്ലാത്ത റീലുകൾ സ്പെയർ ഉണ്ടാക്കിയിട്ടിട്ട് ചത്ത റീലുകൾ നശിച്ച സാധനങ്ങൾ വരെ ഞാൻ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു പുതിയൊരു സ്പെയർ എടുത്ത് ഫിറ്റ് ചെയ്ത് മാത്രം കൊടുക്കുമല്ല, ഇല്ലാത്ത സ്പെയർ ഞാൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതേപോലുള്ള രീതിയിലുള്ള എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇത്ര ഒരു അഹങ്കാരത്തോട് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചുള്ള വർക്ക് നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നോർമൽ സർവീസ് നല്ല രീതിയിൽ ചെയ്ത് തരുന്ന ആൾക്കാരുടെ അടുത്തോട്ട് നിങ്ങൾ പോകുന്നതിനകത്ത് എനിക്ക് ഒരു വിഷയവുമില്ല. എനിക്കിപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പം ഒരു ചെറിയ റേറ്റ്, ഇപ്പം FX എടുത്താലും ഇപ്പം കുറഞ്ഞ റീലെടുത്താലും ഏതെടുത്താലും നമ്മൾ സർവീസ് ചാർജ് 250 രൂപയാണ് സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. വൈറ്റ് കാസ്റ്റിനാണെങ്കിലും 350. അതിപ്പം തീരെ കുറഞ്ഞ റീലാണെങ്കിലും കുറാഡോ DC ആണെങ്കിലും നോർമലി കുറാഡോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രീമിയം റീലുകളുടെ സർവീസ് റേറ്റ് 650 രൂപ, 700 രൂപ, 800 രൂപയ്ക്കൊക്കെയാണ് കേരളത്തിലുള്ള പലരും പ്രീമിയം റീലുകൾ ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇപ്പോഴും 350 രൂപയ്ക്ക് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവരെ കുറ്റം പറയുന്നൊന്നുമില്ല, അത് അവരുടെ ബിസിനസ് സിസ്റ്റം. ഞാൻ ഇതെൻ്റെ ചെയ്യുന്നത്. നമ്മളപ്പം ഈ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വർക്കില്ലാത്തത് കൊണ്ടുമല്ല. നമ്മൾ പിന്നെ ഒരു കസ്റ്റമറിന് ഒരു ഇച്ചിരി കൂടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു എമൗണ്ടിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. അപ്പം പിന്നെ ബാക്കിയുള്ളത് സ്പെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരും. സ്പെയർ മാറുമ്പം റേറ്റ് അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരും. സർവീസ് ചാർജ് എപ്പോഴും നമ്മൾ ഈ ഒരു റേറ്റേ എടുത്തുള്ളൂ. അപ്പം ഇത്രയും കൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. കാര്യം ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കുറേ വന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഞാനിപ്പം പറഞ്ഞ് തീർക്കുന്നേ ഉള്ളൂ. ഫാനൊക്കെ ഓഫ് ആക്കിയിട്ടുള്ള പരിപാടി, അതുകൊണ്ട് നല്ല രീതിയിൽ ചൂടെടുക്കുന്നു. ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പം ഞാനിപ്പം ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു റേറ്റിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നു. ഇത് കുറഞ്ഞുള്ള സെറ്റില്ല, കാരണം ഏറ്റവും കുറേ 850 രൂപയുടെ സെറ്റാണ് നമുക്ക് നിലവിലുള്ളത്. അത് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് മേളിലോട്ടുള്ള സെറ്റുകളേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം കടലിൽ കളിക്കാനാണെങ്കിലും കായലിൽ കളിക്കാനാണെങ്കിലും ഒരു 10 ഫീറ്റ് വരെയുള്ള സെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ സപ്പോസ് എൻ്റെ കയ്യിൽ റോഡോ റീലോ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദിക്കുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ സാധനം ഇറക്കി എൻ്റെ കടയുടെ ഷോപ്പ് വാറണ്ടി 6 മാസം വാറണ്ടിക്ക് ഞാൻ ബാഡ് ചെയ്ത് തരും. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഇഷ്ടംപോലെ അങ്ങനെ വരുന്നുണ്ട്. കാരണം നമുക്ക് പലരും വാറണ്ടിക്ക് വേണ്ടതായതുകൊണ്ട് നമുക്ക് അങ്ങനെ അഡ്വാൻസ് തന്നിട്ട് നമ്മളിന്ന് സാധനം വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പ്രാദേശികമായിട്ടുള്ള കടകൾ വേണം, അവരെ ആരെയും
ഇതാക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ കച്ചവടം ഒന്നും നശിപ്പിക്കണമെന്നും ഞാൻ പറയുന്നില്ല. വാറണ്ടിക്ക് സാധനം വേണം, നമ്മൾ എടുത്ത് വരെ വാറണ്ടിക്ക് നമ്മൾ സാധനം തരും. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കടക്കാരും, നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കടക്കാരും നമ്മുടെ പരിചയക്കാരാണ്. ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ പ്രാദേശികമായിട്ട് ഈ അടുത്തിടെ നമുക്കൊരുത്തിന് ഒരു ഊക്ക് തരാൻ വേണ്ടി ഒരു കട കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വിഷയങ്ങളും നമുക്കില്ല. അപ്പം എന്താ പറയാനാ, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ, നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു പേജുണ്ട്, ഫേസ്ബുക്കിനകത്തൊരു പേജുണ്ട്. എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നിൽക്കുക. നമ്മുടെ ഫ്ലാഷ് ഓഫറുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എല്ലാം കാണുക. ഓക്കെ, താങ്ക് യു.